ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഗുരുവായൂർക്ക് പോകുന്ന വീഡിയോ ആണേ. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഗുരുവായൂർക്ക് പോകണേ. അപ്പം ഞാൻ റെഡിയായി അമ്മയുടെ ഒരു സാരിയും ബ്ലൗസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ പോണത്. അപ്പോൾ ഞാൻ തന്നെ പോകുന്നതിൻ്റെ കൺസേണും അതിൻ്റെ വക ഉപദേശങ്ങളൊക്കെ അമ്മയുടെ വകയുണ്ട്. ഞാൻ ട്രെയിനിൽ പോകുന്നുള്ളൂ, ബസ് പോവാൻ. അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ പ്രൈവറ്റ് ബസ് കിട്ടൂട്ടാ. അപ്പോൾ അങ്ങനെ അമ്മയുടെ വക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളൊരു ഓട്ടോയിലാണ് പോണത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇത് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു സ്ഥിരം വ്യൂ ആട്ടോ. ഇത് കാണാത്ത ഈ വ്യൂ കിട്ടാത്ത ഒരു ഡേ പോലും ഉണ്ടാവില്ല നാട്ടിലുണ്ടെങ്കിൽ നമുക്ക്. ഞാൻ അഭിമാനത്തോടെ പറയും സ്വന്തമായിട്ട് റെയിൽവേ ലൈനുള്ള ടീംസാണ് ഞങ്ങൾ എന്ന്. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ട് ഓഫ് ചൈൽഡ്ഹുഡ് മെമ്മറി ആണ്. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നേ, ആൾക്കാർക്ക് ടാറ്റ കൊടുക്കലും അങ്ങനത്തെയൊക്കെ. പോകെ ഇപ്പം അത് ഹാബിറ്റായി. അപ്പം അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. പിന്നുണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ട്രെയിൻ ഇവിടെ പിടിച്ചിടുമായിരുന്നു. അപ്പം നമ്മളിവിടെ ചാടി ഇറങ്ങാറൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടി അഡ്വഞ്ചറസ് മെമ്മറീസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ടിൽ തന്നെ എനിക്ക് വന്നൊരു നര കണ്ടുപിടിച്ചു. പക്ഷെ അത് പറിക്കുന്നില്ല, ലെറ്റ് ഇറ്റ് ബി. ഇതൊക്കെ ബോഡിയിൽ ഓരോ ഗുഡ് സൈൻസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു ഹാഫ് ആൻ അവറിൽ ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ റഷൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ക്രൗഡഡ് ഡേ ആയിരുന്നില്ല കേട്ടോ. കുറേ നാളിന് ശേഷം തന്നെ പോവാണ്. ദിസ് ഈസ് മൈ ഔട്ട്ലുക്ക് ഓൾ ടുഗദർ. അങ്ങനെ ട്രെയിൻ കയറി. ട്രെയിനിൽ ഞാനൊരു സമൂസയും ചായയും മേടിച്ചു. തൊട്ടടുത്തൊരു കുറുമ്പിക്കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു കേട്ടോ അവൾ. ചൂട് കാരണമാണ് എന്താണെന്നറിയില്ല, ഒക്കെ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര റഷായിരുന്നു, തിരക്ക് കൂട്ടായിരുന്നേ. പിന്നെ ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നു, ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരുന്നു സീറ്റ്സൊക്കെ. ഭാഗ്യത്തിന് സീറ്റ് അവൾക്ക് ഞാൻ മേടിച്ച സമൂസ കൊടുത്തപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ തൃശ്ശൂരെത്തി. അപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് കയറുമ്പോൾ എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബസ് കയറാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് പോകുന്ന ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവളെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള സെക്കൻഡ് കമ്പനിയിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 2-3 കമ്പനി മാറി. അപ്പം നമ്മൾ പരിചയപ്പെടുന്ന എൻ്റെ സെക്കൻഡ് കമ്പനി വന്നിട്ട് ഇൻഫോ പാർക്കിലായിരുന്നു. അവിടെ വെച്ചിട്ടാട്ടോ നമ്മൾ മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റായി. അപ്പോൾ അങ്ങനെ ഫൈനലി അവൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ അവളെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. അവൾ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല, കാനഡയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റാഞ്ഞത്. ഞാനിപ്പം നാട്ടിലുള്ളതുകൊണ്ടാണ് എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി. അങ്ങനെ എപ്പോഴും നമ്മൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല, ബട്ട് ഇടയ്ക്കൊക്കെ ഒരു ഹായ് മെസ്സേജും അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഫൈനലി ഞാൻ ഓൾമോസ്റ്റ് എത്താനായി. 2 ബസ് മാറിക്കയറി, പിന്നെ ഗുരുവായൂരിൽ ഓട്ടോ പിടിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒരുപാട് ടയേർഡായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗ്ലോയൊക്കെ പോയിട്ടോ. ഇതാണ് അവളുടെ ഹാളും ഓഡിറ്റോറിയമൊക്കെ. ഫ്രണ്ട്സായിട്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടായിട്ട് അന്ന് അറ്റൻഡ് ചെയ്യാൻ വെഡ്ഡിങ്ങിന്. പിന്നെന്താണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു അവളുടെ. സംഭവം എത്തിയിട്ടുണ്ട്. എൻ്റെ പേക്കോലാണ്, എനിക്ക് മേലെ കയറാൻ പറ്റില്ല, സെക്കൻഡ് ഫ്ലോറാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് മേലെ പോകാം. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. മേലെ പോട്ടെ കേട്ടോ, ചെറിയൊരു ടെൻഷൻ. ഓക്കെ, ബൈ. അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു. ഒരുപാട് ആഡംബരമൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല കല്യാണമായിരുന്നു. മോർ ഓവർ അവൾ ഹാപ്പിയാണ്. ഐ ക്യാൻ റിയലി ഫീൽ ഹെർ ഹാപ്പിനെസ് ഇൻ ദിസ് റിലേഷൻ. ഐ എം റിയലി ഹാപ്പി ഫോർ ഹെർ ടു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇവർ ആക്ച്വലി ഹിന്ദുസിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ സദ്യയും കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 പാലട പായസം, എൻ്റെ ഫേവറേറ്റാണ് പാലട പായസം. അപ്പോൾ അത് ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അധികം ടൈം വേസ്റ്റ് ആക്കാതെ ഞാൻ തിരിച്ച് കയറി കേട്ടോ. തിരിച്ച് ഡയറക്റ്റ് എറണാകുളത്തേക്കുള്ള ബസ് തന്നെ കിട്ടി എനിക്ക് ഗുരുവായൂരിന്ന്. വരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ അവിടേക്ക് എന്തോ ഫംഗ്ഷൻ നടക്കണോണ്ട് ബസ്സും കുറേ ചുറ്റിയാണ് വിട്ടത്. അപ്പോഴേക്കും ഞാൻ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആയി. പിന്നെ കുറേ ടൈം ഞാൻ ഉറങ്ങുമായിരുന്നു ബസ്സിൽ.
ടയർഡായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ എൻ്റെ കയ്യിൽ വെള്ളം ഇല്ലായിരുന്നു. എന്നിട്ട് ഈ ഡ്രൈവർ അങ്കിളുടെ വെള്ളമാണ് കേട്ടോ എനിക്ക് തന്നത്. എറണാകുളം എത്തുന്നപ്പോഴേക്കും ഞാൻ ആ കുപ്പി ഓൾമോസ്റ്റ് പകുതിയാക്കി. അപ്പം അങ്കിളെ എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ ഐ എം താങ്കിങ് യു. ഞാൻ ആരാ എന്തോന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു, അങ്കിൾ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. സോ അങ്കിളും കുറച്ച് റഷിലായിരുന്നു. അങ്ങനെ കുറച്ച് ചുറ്റിയിട്ടാണെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. വീട്ടിൽ വന്നു ഞാൻ എൻ്റെ ഒരു ചായയും കട്ട്ലേറ്റും കുടിച്ച് കഴിഞ്ഞപ്പം എനിക്ക് സമാധാനമായി. സാരിയൊക്കെ വലിച്ച് ഊരിയപ്പോൾ കിട്ടിയൊരു ആശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.